നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തന്റെയും തള്ളയും മോളെയും എല്ലാത്തിനെയും കൂടെ പറക്കി പുറത്തിടി ഞാൻ. കുഞ്ഞുമോന്റെ തനി സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിലേ ഈ നാട്ടിലിറങ്ങി ചോദിച്ചു നോക്ക്. അച്ഛൻ അയാളിൽ നിന്ന് പണം വാങ്ങിയത് എന്റെ വിവാഹം നടത്താൻ വേണ്ടിട്ടാ. പക്ഷെ വിവാഹത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ശരിക്കും അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ? അയാള് പറഞ്ഞതുപോലെ ചെയ്താ അച്ഛൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അത് എന്നെ കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ലേ? അങ്ങനൊന്നും ചിന്തിക്കണ്ട. പിന്നെ പലിശക്കാരുടെ വാക്കുകള് അവർക്ക് അങ്ങനെ പറയാനല്ലേ അറിയൂ മോളെ. പണത്തിന് ബ്ലേഡിന്റെ മൂർച്ചയാ. ഏതറ്റം തൊട്ടാലും മുറിയും. മോള് പേടിക്കണ്ട, ദൈവം ഒരു വഴി കാണിച്ചു തരും. നിത്യേനെ പൂജിക്കുന്ന ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിന് രക്ഷാമാർഗം കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഭഗവാനിൽ വിശ്വസിക്കുന്നതില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആ, പിന്നെ ഫിദ മാഡത്തിനോട് പറയണ്ട കേട്ടോ. ഞാൻ ക്ലാസ്സിലോട്ട് പോവാം. ഏതായാലും ഇപ്പൊ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുന്നില്ല. വാ, നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോവാം. ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഒന്ന് ചിരിക്കൂട്ടി. കുട്ടിയുടെ മുഖം ആടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഫിദ മാഡത്തിന് ഒട്ടും പറ്റിയെന്ന് വരില്ല. വാ. യാത്ര മുടങ്ങിയല്ലേ? എടോ, അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഈ യാത്ര മുടക്കിയതല്ലേ? ആര്? കണിമംഗലം പരമേശ്വരൻ, നിങ്ങളുടെ അച്ഛൻ. മഹാഭാരതത്തിലെ ശകുനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, കേട്ടിട്ടുണ്ടോ? അതിനേക്കാൾ അല്പം കൂടുതലാ കണിമംഗലം പരമേശ്വരന്റെ ബുദ്ധി. എന്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ? പറയും, അച്ഛനെയും പറയും, മകനെയും പറയും. ഇത് നിങ്ങൾ ബോധപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചതാ, അല്ലാതെ അങ്ങേർക്ക് ഒന്നുമില്ല. പ്രിയങ്ക, തനിക്ക് എന്നെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്റെ അച്ഛനെ പറഞ്ഞ ഞാൻ സഹിക്കില്ല. വേണ്ട, സഹിക്കണ്ട. പക്ഷേ വരുൺ ഇപ്പൊ എന്റെ കൂടെ വരണം. എങ്ങോട്ട്? നമ്മൾ തമ്മിലുള്ള ഈ രഹസ്യ കച്ചവടം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. അത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോ മതി. ഞാൻ പറയില്ല. ഇപ്പൊ അത് പറയാനുള്ള സമയമല്ല. നിങ്ങളുടെ സമയത്തിന് കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. വരുന്നോ ഇങ്ങോട്ട്? താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അതെ, എനിക്ക് ഭ്രാന്തായതുകൊണ്ടാണല്ലോ മനസ്സിൽ വേറൊരു പെണ്ണിനെ കൊണ്ട് നടന്നിട്ടും നിങ്ങളുടെ ഭാര്യയുടെ വേഷം കെട്ടി ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഭ്രാന്തായതുകൊണ്ടാണോ നിങ്ങളോടൊപ്പം അമേരിക്കയിലേക്ക് വരാൻ ഞാൻ തയ്യാറായത്? എനിക്കിന്നെ നിങ്ങളുടെ ഭാര്യ പദവിയൊന്നും വേണ്ട. നിങ്ങൾ ആരെയാണോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത് ചെന്ന് നിങ്ങളുടെ വീട്ടുകാരോട് പറ. എന്നിട്ട് അവരെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എനിക്ക് കണിമംഗലത്തെ മരുമകളും ആവണ്ട, ഭാര്യ ആവണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.